നമസ്കാരം. എല്ലാ പ്രേക്ഷകർക്കും ഇന്ത്യൻ പീപ്പിൾ ടിവിയിലേക്ക് സ്വാഗതം. ഞാൻ മിനി. പ്രധാന വാർത്തകൾ. പാലക്കാട് ബ്രൂവറി വിവാദങ്ങൾക്ക് പിന്നിൽ സ്പിരിറ്റ് ലോബി. MV ഗോവിന്ദൻ. പൊതുസ്ഥലങ്ങളിലും ജലാശയങ്ങളിലും മാലിന്യം തള്ളുന്ന വാഹനങ്ങളുടെ രജിസ്ട്രേഷൻ റദ്ദാക്കാൻ ഉത്തരവായി. പോക്സോ കേസ്. നടൻ കൂട്ടിക്കൽ ജയചന്ദ്രനെതിരെ ലുക്കൌട്ട് നോട്ടീസ്. CPIM ജില്ലാ സമ്മേളനത്തിന് തത്തമംഗലത്തെ ആവേശോജ്വലമായ തുടക്കം. വാർത്തകൾ വിശദമായി. പാലക്കാട് ബ്രൂവറി വിവാദങ്ങൾക്ക് പിന്നിൽ സ്പിരിറ്റ് ലോബി. MV ഗോവിന്ദൻ. പാലക്കാട് ബ്രൂവറി വിഷയത്തിൽ ചിലരുയർത്തുന്ന രാഷ്ട്രീയ പ്രേരിത വിവാദങ്ങൾക്ക് പിന്നിൽ സ്പിരിറ്റ് ലോബിയാണെന്ന് സംശയിക്കുന്നതായി CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. പാലക്കാട് മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ബ്രൂവറിക്കായി 5 ഏക്കറിൽ മഴവെള്ള സംഭരണി നിർമ്മിക്കാനാണ് ഉദ്ദേശിക്കുന്നതെന്നും അവർക്ക് ആവശ്യമായ വെള്ളം മുഴുവൻ അതുവഴി ലഭ്യമാക്കുമെന്നും സ്പിരിറ്റ് ഉൽപാദനം മാത്രമാണ് പാലക്കാട്ടെ നിർദ്ദിഷ്ട പദ്ധതിയിൽ നടക്കുകയെന്നും മദ്യ ഉൽപാദനം സർക്കാരിന്റെ മാത്രം നിയന്ത്രണത്തിലാണ് സംസ്ഥാനത്ത് നടക്കുകയെന്നും CPIM സംസ്ഥാന സെക്രട്ടറി പറഞ്ഞു. ആരുടെയും അതൃപ്തിയെ കാര്യമായി എടുക്കുന്നില്ലെന്നും MV ഗോവിന്ദൻ വ്യക്തമാക്കി. പൊതുസ്ഥലങ്ങളിലും ജലാശയങ്ങളിലും മാലിന്യം തള്ളുന്ന വാഹനങ്ങളുടെ രജിസ്ട്രേഷൻ റദ്ദാക്കാൻ ഉത്തരവായി. പൊതുസ്ഥലങ്ങളിലും ജലാശയങ്ങളിലും മാലിന്യം തള്ളുന്ന വാഹനങ്ങളുടെ രജിസ്ട്രേഷൻ റദ്ദാക്കാൻ മോട്ടോർ വാഹന വകുപ്പ് നടപടി തുടങ്ങി. ഹൈക്കോടതി നിർദ്ദേശം മുൻനിർത്തി ട്രാൻസ്പോർട്ട് കമ്മീഷണർ C നാഗരാജുവാണ് ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുള്ളത്. മാലിന്യം തള്ളിയതിന് പോലീസും തദ്ദേശ സ്വയംഭരണ വകുപ്പ് അധികൃതരും പിടിച്ചെടുക്കുന്ന വാഹനങ്ങൾ കണ്ടുകെട്ടി രജിസ്ട്രേഷൻ റദ്ദാക്കുന്നത് അടക്കമുള്ള നടപടി സ്വീകരിക്കണമെന്ന് 2024 നവംബർ 8 ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസ്, ജസ്റ്റിസ് P ഗോപിനാഥ് എന്നിവർ ഉൾപ്പെട്ട ഡിവിഷൻ ബെഞ്ച് നിർദ്ദേശിച്ചിരുന്നു. വാഹനങ്ങളുടെ രജിസ്ട്രേഷൻ റദ്ദാക്കുന്നതിന് നേരിട്ട് വ്യവസ്ഥയില്ല എങ്കിലും മോട്ടോർ വെഹിക്കിൾ ആക്ട് സെക്ഷൻ 53 സബ് സെക്ഷൻ 1 ക്ലോസ് A പ്രകാരം മാലിന്യം തള്ളുന്ന വാഹനങ്ങളുടെ രജിസ്ട്രേഷൻ റദ്ദാക്കാൻ വ്യവസ്ഥയുണ്ടെന്ന് ട്രാൻസ്പോർട്ട് കമ്മീഷനുടെ ഉത്തരവിൽ പറയുന്നു. പോലീസിന്റെയും തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെയും നിരീക്ഷണ സംവിധാനം കർശനമാക്കും. അനധികൃതമായി മാലിന്യം ശേഖരിക്കുന്നവർക്കെതിരെയും നടപടിയുണ്ടാകും. ഈ സാഹചര്യത്തിൽ നിയമലംഘനം നടത്തി പൊതുസ്ഥലങ്ങളിലും ജലാശയങ്ങളിലും മാലിന്യം തള്ളുന്ന വാഹനങ്ങളുടെ രജിസ്ട്രേഷൻ റദ്ദാക്കുന്നതിന് നടപടി സ്വീകരിക്കാൻ എല്ലാ രജിസ്ട്രേഷൻ ലൈസൻസിംഗ് അധികാരികൾക്കും ട്രാൻസ്പോർട്ട് കമ്മീഷണർ നിർദ്ദേശം നൽകി. പൊതു ഇടങ്ങളിലും ജലസ്രോതസ്സുകളിലും ഓടകളിലും മാലിന്യം തള്ളുന്നവർക്കെതിരെ ക്രിമിനൽ വകുപ്പ് അനുസരിച്ച് FIR രജിസ്റ്റർ ചെയ്യും. 3 വർഷം വരെ തടവും 5 ലക്ഷം രൂപ പിഴയും ലഭിക്കാവുന്ന വകുപ്പുകൾ ചുമത്തിയാണ് പോലീസ് കേസെടുക്കുക. പോക്സോ കേസ്. നടൻ കൂട്ടിക്കൽ ജയചന്ദ്രനെതിരെ ലുക്കൌട്ട് നോട്ടീസ്. നടനും മിമിക്രി കലാകാരനുമായ കൂട്ടിക്കൽ ജയചന്ദ്രനെതിരെ വീണ്ടും ലുക്കൌട്ട് നോട്ടീസ്. 4 വയസ്സുകാരിയെ പീഡിപ്പിച്ചുവെന്ന പരാതിയിലാണ് നീലകണ്ഠൻ രാമൻകുട്ടി ജയചന്ദ്രനെതിരെ ലുക്കൌട്ട് നോട്ടീസ്. നടൻ ഒളിവിലാണെന്നാണ് പോലീസ് പറയുന്നത്. 7 മാസം മുൻപാണ് കൂട്ടിക്കൽ ജയചന്ദ്രനെതിരെ പോക്സോ പരാതി ഉണ്ടായത്. കോഴിക്കോട് കസബ സ്റ്റേഷനിലാണ് കേസെടുത്തത്. നടൻ ആദ്യം കോഴിക്കോട് കോടതിയിലും പിന്നീട് ഹൈക്കോടതിയിലും ജാമ്യാപേക്ഷ നൽകിയെങ്കിലും രണ്ടിടത്തും അപേക്ഷ നിരസിക്കപ്പെടുകയായിരുന്നു. CPIM ജില്ലാ സമ്മേളനത്തിന് തത്തമംഗലത്ത് ആവേശോജ്വലമായ തുടക്കം. CPIM ജില്ലാ സമ്മേളനത്തിന് തത്തമംഗലത്ത് ആവേശോജ്വല തുടക്കം. രാവിലെ സമ്മേളന വേദിയായ രാജീവ് ഗാന്ധി കൺവെൻഷൻ സെന്ററിൽ ജില്ലാ കമ്മിറ്റിയിലെ മുതിർന്ന അംഗം VK ജയപ്രകാശ് പതാക ഉയർത്തിയതോടെയാണ് സമ്മേളന പരിപാടികൾക്ക് തുടക്കം കുറിച്ചത്. രക്തസാക്ഷി മണ്ഡപത്തിൽ പ്രതിനിധികളും നേതാക്കളും പുഷ്പാർച്ചന നടത്തി. സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ 3 ദിവസം നീളുന്ന സമ്മേളനം ഉദ്ഘാടനം നിർവഹിച്ചു. പോളിറ്റ് ബ്യൂറോ അംഗം A വിജയരാഘവൻ, കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായ AK ബാലൻ, KK ശൈലജ, എളമരം കരീം, സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ PK ശ്രീമതി, CS സുജാത, M സ്വരാജ്, PK ബിജു, ദിനേശൻ പുത്തലത്ത് തുടങ്ങിയ നേതൃനിര തന്നെ സമ്മേളനത്തിൽ സന്നിഹിതരാണ്. 42,222 പാർട്ടി അംഗങ്ങളെ പ്രതിനിധീകരിച്ച് 15 ഏരിയ കമ്മിറ്റികളിൽ നിന്നുള്ള 409 പ്രതിനിധികളും ജില്ലാ കമ്മിറ്റി അംഗങ്ങളുമാണ് സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്. വിവിധ കമ്മിറ്റികളുടെ തിരഞ്ഞെടുപ്പും ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബുവിന്റെ പ്രവർത്തന റിപ്പോർട്ട് അവതരണവും ഉണ്ടായി. വൈകിട്ട് കേരളീയ നവോത്ഥാനം ഇന്നലെ ഇന്ന് എന്ന വിഷയത്തെ അധികരിച്ച് M സ്വരാജ് പ്രഭാഷണം നടത്തി. ഒറ്റപ്പാലം ബൈപ്പാസ് 80% സ്ഥലം കൈമാറ്റം ചെയ്തതായി K പ്രേംകുമാർ MLA. ഒറ്റപ്പാലം ബൈപ്പാസ് റോഡ് പ്രവൃത്തിയുമായി ബന്ധപ്പെട്ട് 80% സ്ഥലം നിലവിൽ റവന്യൂ വകുപ്പിൽ നിന്നും കൈമാറ്റം ചെയ്തു കഴിഞ്ഞുവെന്ന് അഡ്വക്കേറ്റ് K പ്രേംകുമാർ MLA അറിയിച്ചു. ആകെ 221 പേരിൽ നിന്നാണ് ബൈപ്പാസിന് സ്ഥലം ഏറ്റെടുക്കുന്നത്. ഇതിൽ 186 പേരിൽ നിന്നുള്ള സ്ഥലം ഏറ്റെടുക്കൽ നടപടികൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. ഈ ആഴ്ച 8 പേരുടെ കൂടി സ്ഥലം ഏറ്റെടുക്കൽ നടപടി പൂർത്തിയാകും. 19 പേരാണ് ഇനി കോടതിയിൽ നിയമ നടപടികളുമായി തുടരുന്നത്. സ്ഥലം ഏറ്റെടുക്കൽ നടപടികളുടെ സ്ഥിതി വിവരം സത്യവാങ്മൂലമായി കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. ബാക്കി സ്ഥലം കൂടി ഏറ്റെടുത്ത് തടസ്സങ്ങൾ നീക്കി എത്രയും വേഗം ഒറ്റപ്പാലം ബൈപ്പാസ് നിർമ്മാണം ആരംഭിക്കാൻ ആവശ്യമായ ഇടപെടലുകൾ സ്വീകരിക്കുമെന്നും MLA അറിയിച്ചു. കഴിഞ്ഞ ദിവസം സ്ഥലമെടുപ്പ് പുരോഗതി സംബന്ധിച്ച് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുമായി ജില്ലാ കളക്ടറുടെ സാന്നിധ്യത്തിൽ ഓൺലൈൻ യോഗം ചേർന്നിരുന്നു. RBD CK, ഡെപ്യൂട്ടി തഹസിൽദാർ മധു, LAG തഹസിൽദാർ മധു, ഹൈക്കോടതിയിലെ സർക്കാർ പ്ലീഡർ അശ്വിൻ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. ഒരിടവേളയ്ക്ക് ശേഷം കൂടുതൽ വാർത്തകളിലേക്ക് വരാം. ഹാപ്പി ബർത്ത്ഡേ അമ്മ. താങ്ക് യു മോളെ. സ്വർണ്ണ ആയിരിക്കും. അതെ, പരസ്യത്തിൽ കാണുന്ന സ്വർണ്ണാണെങ്കിൽ
ഇതിട്ടിട്ട് ഒരു ഫംഗ്ഷന് പോയി കഴിഞ്ഞാ ഒരുപാട് ആൾക്കാർ ഇതേ ഡിസൈൻ ഇട്ടിട്ട് വരും. അമ്മ ഇതൊന്ന് തുറന്നു നോക്ക്. നമ്മുടെ മനസ്സിനിണങ്ങിയ ആഭരണ സങ്കല്പങ്ങൾ അതേപടി ആധുനിക സാങ്കേതികതയോടു കൂടി വിശ്വാസപൂർണമായി ഗുണമേന്മയോടും കൂടി നിർമ്മിച്ചു തരാൻ ആളുകളുണ്ട്. പൂക്കൾ ഇഷ്ടമുള്ള അമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്ന ഡിസൈൻ. സ്വീറ്റ് അമ്മ. വ്യത്യസ്തമാണ് മറ്റുള്ളവരിൽ നിന്നും. പ്രേംദീപ് ജുവൽസ്, ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. വാർത്തകൾ തുടരുന്നു. സ്വകാര്യ ബസ്സുകളിൽ ഗർഭിണികൾക്ക് സംവരണം ചെയ്ത സീറ്റുകളിൽ യാത്രാ സൗകര്യം ലഭിക്കുന്നില്ലെന്ന പരാതി ശക്തം. സ്വകാര്യ ബസ്സുകളിൽ ഗർഭിണികൾക്ക് സംവരണം ചെയ്ത ഇരിപ്പിടങ്ങളിൽ യാത്രാ സൗകര്യം ലഭിക്കുന്നില്ലെന്ന പരാതി ശക്തം. ഗർഭിണികൾ ബസ്സുകളിൽ കയറുമ്പോൾ അവർക്കായി സംവരണം ചെയ്ത ഇരിപ്പിടങ്ങളിൽ ഇരിക്കുന്നവരെ എഴുന്നേൽപ്പിക്കാൻ മിക്കപ്പോഴും ബസ് തൊഴിലാളികൾ സന്നദ്ധരാവാത്തതാണ് കാരണം. ഇക്കാര്യം മറ്റു യാത്രക്കാർ ചൂണ്ടിക്കാട്ടിയാൽ പോലും മറ്റു കാരണങ്ങൾ പറഞ്ഞ് ഒഴിഞ്ഞു മാറാനുള്ള പ്രവണതയാണ് കണ്ടുവരുന്നത്. വിഷയത്തിൽ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ കർശനമായി ഇടപെടണമെന്നാണ് ആവശ്യം ശക്തമാകുന്നത്. നഗ്നതാ പ്രദർശനം നടത്തിയെന്ന ആരോപണം പൊതുസമൂഹത്തോട് മാപ്പപേക്ഷിച്ച നടൻ വിനായകൻ. നഗ്നതാ പ്രദർശനം നടത്തിയെന്ന ആരോപണത്തിൽ മാപ്പ് ചോദിച്ച നടൻ വിനായകൻ. ഫ്ളാറ്റിന്റെ ബാൽക്കണിയിൽ നിന്നുകൊണ്ട് വിനായകൻ വസ്ത്രമഴിച്ച് നഗ്നത പ്രദർശിപ്പിക്കുന്നതും അസഭ്യം പറയുന്നതുമായ വീഡിയോ ദൃശ്യങ്ങളാണ് കഴിഞ്ഞ ദിവസം പുറത്തുവന്ന വിവാദമായിരുന്നത്. വിനായകന്റെ പ്രവൃത്തിക്കെതിരെ വലിയ പ്രതിഷേധങ്ങളാണ് വിവിധ മേഖലകളിൽ നിന്ന് ഉയർന്നത്. നടൻ സഭ്യതയുടെ അതിർവരമ്പ് ലംഘിച്ചെന്ന് ചൂണ്ടിക്കാട്ടി വിമർശനവുമായി നിരവധി പേർ രംഗത്തെത്തിയിരുന്നു. ഇതോടെയാണ് ഫേസ്ബുക്ക് പോസ്റ്റിൽ വിനായകൻ മാപ്പ് പറഞ്ഞത്. സിനിമാ നടൻ എന്ന നിലയിൽ പലപ്പോഴും എന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന എല്ലാ നെഗറ്റീവ് എനർജിക്കും പൊതുസമൂഹത്തോട് ഞാൻ മാപ്പ് ചോദിക്കുന്നു. ചർച്ചകൾ തുടരട്ടെ എന്നാണ് ഫേസ്ബുക്ക് പോസ്റ്റിന്റെ ഉള്ളടക്കം. സ്വകാര്യ മദ്യ കമ്പനിക്ക് വെള്ളം നൽകാനുള്ള തീരുമാനത്തെ ചൊല്ലി പുതുശ്ശേരിയിൽ വിവാദം പുതിയ തലത്തിലേക്ക്. സ്വകാര്യ മദ്യ കമ്പനിക്ക് വെള്ളം നൽകാനുള്ള തീരുമാനത്തെ ചൊല്ലി പുതുശ്ശേരിയിൽ വിവാദം പുതിയ തലത്തിലേക്ക്. പഞ്ചായത്ത് യോഗത്തിൽ പ്രസിഡന്റ് കെ രേവതി ബാബു സംസ്ഥാന സർക്കാരിനെതിരെ പ്രമേയം അവതരിപ്പിച്ചപ്പോൾ സ്ഥലം ഏറ്റെടുത്ത് നൽകിയതിൽ കോൺഗ്രസ് സംഘത്തിന് പങ്കുണ്ടെന്ന് BJP ആരോപിച്ചു. രൂക്ഷമായ കുടിവെള്ളക്ഷാമം നേരിടുന്ന പ്രദേശത്ത് അനുമതി നൽകും മുമ്പ് സംസ്ഥാന സർക്കാർ പഞ്ചായത്തിനെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുകയോ കൂടിയാലോചന നടത്തുകയോ ചെയ്തിട്ടില്ലെന്ന് പ്രമേയം ആക്ഷേപമുന്നയിച്ചു. ഭൂമി പരിവർത്തന അപേക്ഷ പഞ്ചായത്തും RDOയും നിരസിച്ചപ്പോഴാണ് കമ്പനി ഗ്രീൻ ചാനൽ വഴി സംസ്ഥാന സർക്കാരിനെ സമീപിച്ചതെന്ന് പ്രമേയത്തിൽ പറയുന്നു. അതിനിടെ മണ്ണുകാട്ട് സ്ഥലം ഏറ്റെടുത്തു നൽകിയ കോൺഗ്രസ് സംഘത്തിന്റെ ഇടപെടലുണ്ടെന്നും ഇത് ബന്ധപ്പെട്ടവരുടെ അറിവോടെയാണെന്നും BJP ആരോപിച്ചു. ആരോപണം ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി യോഗത്തിലും മണ്ഡലം കമ്മിറ്റി നേതൃത്വത്തിൽ പഞ്ചായത്തിലേക്ക് നടത്തിയ പ്രതിഷേധ മാർച്ചിലും BJP ഉന്നയിച്ചു. സംസ്ഥാന ജനറൽ സെക്രട്ടറി C കൃഷ്ണകുമാർ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. K ഗിരീഷ് ബാബു അധ്യക്ഷനായിരുന്നു. ഹരിത കർമ്മസേനാംഗങ്ങളെ ആദരിച്ചു. പുതുപ്പരിയാരം ഗ്രാമപഞ്ചായത്തിലെ ഹരിത കർമ്മസേനാംഗങ്ങളെ ആദരിച്ചു. അവർക്കുള്ള ഉപകരണങ്ങൾ, യൂണിഫോം, തൊപ്പി, മഴക്കോട്ട്, ഷൂസ്, ഗ്ലൗസ് എന്നിവ നൽകി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു PR ഉദ്ഘാടനം നിർവഹിച്ചു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷ സുനിൽ സത്താർ അധ്യക്ഷയായിരുന്നു. ജയപ്രകാശ്, സെക്രട്ടറി കാഞ്ചന, മറ്റു പഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. വൈസ് പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ സ്വാഗതം പറഞ്ഞു. അഖിലേന്ത്യാ കരാട്ടെ ചാമ്പ്യൻഷിപ്പ് കോഴിക്കോട് സർവകലാശാല താരങ്ങൾക്ക് സുവർണ നേട്ടം. കോഴിക്കോട് സർവകലാശാല താരങ്ങൾക്ക് സുവർണ നേട്ടത്തിലക്കം. ഹരിയാനയിലെ റോഹ്തക്കിലെ മഹർഷി ദയാനന്ദ് സർവകലാശാലയിൽ നടന്ന ഓൾ ഇന്ത്യ ഇന്റർ യൂണിവേഴ്സിറ്റി കരാട്ടെ ചാമ്പ്യൻഷിപ്പിലാണ് നേട്ടം. ഹരിയാനയിലെ മഹർഷി ദയാനന്ദ് യൂണിവേഴ്സിറ്റിയിൽ 19 മുതൽ ആരംഭിച്ച മത്സരങ്ങളിൽ വനിതാ വിഭാഗ മത്സരങ്ങളിലാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി താരങ്ങൾ സ്വർണം നേടിയത്. ടീം കത്ത വിഭാഗത്തിൽ മണ്ണാർക്കാട് MESലെ ഫർഷാന PP, ഐശ്വര്യ K, ഒറ്റപ്പാലം NSS ട്രെയിനിംഗ് കോളേജിലെ ഗായത്രി A, പഴഞ്ഞി MD കോളേജിലെ ജന്നത്തുൽ ഷിറിൻ എന്നിവരടങ്ങിയ ടീം സ്വർണ്ണ മെഡൽ കരസ്ഥമാക്കി. ഫർഷാന PP വ്യക്തിഗത കത്ത മത്സരത്തിലും സ്വർണം നേടി. ഫർസാന, ഗായത്രി, ഐശ്വര്യ എന്നിവർ തുടർച്ചയായ 3-ാം വർഷമാണ് ദേശീയ യൂണിവേഴ്സിറ്റി ചാമ്പ്യൻഷിപ്പിൽ ടീം കത്ത വിഭാഗത്തിൽ സ്വർണ്ണ മെഡലിന് അർഹരാവുന്നത്. ജയചന്ദ്രൻ അനുസ്മരണവും ഗാനാലാപനവും ശ്രദ്ധേയമായി. തച്ചമ്പാറ ദേശീയ ഗ്രന്ഥശാലയിൽ ജയചന്ദ്രൻ അനുസ്മരണവും പാട്ടോളം ഗ്രൂപ്പിന്റെ ഗാനാലാപനവും നടത്തി. MN രാമകൃഷ്ണപിള്ള, ഡോക്ടർ VS സുനിൽരാജ് എന്നിവർ ജയചന്ദ്രൻ അനുസ്മരണം നടത്തി. ഡോക്ടർ സുനിൽരാജ്, P കൃഷ്ണദാസ്, സരളകുമാരി, വത്സകുമാർ ബാബു, KK സഹദേവൻ, M നിർമ്മല, C ഹരിദാസൻ, P ഹരിദാസൻ, കുരുവിള തോമസ്, രജിത സുനോജ്, മോഹൻ പുലാപ്പറ്റ, V പത്മനാഭൻ, ജയേഷ് മുതുകുർശി, JNK, ജോമോൻ എന്നിവർ ജയചന്ദ്രൻ ഗാനങ്ങൾ ആലപിച്ചു. അബൂബക്കർ മാണാപ്പറമ്പിൽ കവിത ചൊല്ലി. മണിക്കുട്ടൻ പാലക്കാട് വിസിൽ ഗാനം അവതരിപ്പിച്ചു. ജയശ്രീ വിജയൻ ഭക്തിഗാനാലാപനം നടത്തി. ഡോക്ടർ VS സുനിൽ രാജും ആര്യദാസും ജയേഷും രജിത സുനോജും യുഗ്മഗാനങ്ങൾ അവതരിപ്പിച്ചു. മറ്റു വാർത്തകളിലേക്ക് വരാം ഇടവേളയ്ക്ക് ശേഷം. പാലക്കാട് വരുമ്പോ പുതിയ കമ്മൽ വാങ്ങിച്ചരാന്ന് പറഞ്ഞിട്ട് ഒരു ചമ്മലും ഇല്ല അല്ലേ? എന്തിനു ഒരു കമ്മലാക്കുന്നേ? ഒരു ആഭരണ ഫാക്ടറിയിലേക്ക് എന്നെ കൊണ്ടുപോയേക്കാം. ഇഷ്ടം പോലെ വാങ്ങിച്ചോ. ആഭരണ ഫാക്ടറിയോ? എവിടെ? നമ്മുടെ പാലക്കാട് തന്നെ. വേഗം റെഡി ആയിക്കോ, പോവാം.
ഒരുപാട് ട്രഡീഷൻസ് ഉള്ള നാടാ പാലക്കാട്. ട്രഡീഷണൽ കളക്ഷൻസ് എനിക്ക് ഭയങ്കര ഇഷ്ടാ. എന്താ തിളക്കല്ലേ? പാലക്കാടിന്റെ കാര്യം പറഞ്ഞ പാലക്കാമലയുടെ കാര്യമല്ല. പാലക്കാമല മതി. എന്താ സ്റ്റൈല്? അമ്മേ, ഞങ്ങള് പാലക്കാട്ടെ ആഭരണ ഫാക്ടറി കാണാൻ പോവാ. അതമ്മേ, നമ്മുടെ സ്റ്റേഡിയം ബസ് സ്റ്റാൻഡിൽ നിന്ന് സുൽത്താൻപേട്ടിലേക്ക് പോകുമ്പോ ഒരു 50 മീറ്റർ കഴിയുമ്പോൾ റൈറ്റ് സൈഡിൽ കാണാം. എന്താ സ്റ്റൈല്? കൊള്ളാലേ? ആന്റിക് ചെട്ടിനാട് ടെമ്പിൾ ലൈറ്റ് വെയിറ്റ്. ഏതാ വേണ്ടത്? എല്ലാം. ആഭരണ ഫാക്ടറി സൂപ്പർ അല്ലേ? ട്രിനിറ്റി സൂപ്പർ. കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറിയായ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് 100% 916 HUID സ്വർണ്ണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം. Trinity Gold, near Stadium Bus Stand, പാലക്കാട്. ഹരിത ബാലസഭ ചേർന്നു. അനങ്ങനടി ഗ്രാമപഞ്ചായത്ത് ഹരിത ബാലസഭ ചേർന്നു. പഞ്ചായത്ത് പരിധിയിലെ 11 വിദ്യാലയങ്ങളിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട 100ഓളം കുട്ടികൾ പങ്കെടുത്തു. തയ്യാറാക്കിയ റിപ്പോർട്ട് കുട്ടികൾ അവതരിപ്പിച്ചു. പാനൽ ചർച്ച നടത്തി. കില ഫാക്കൽറ്റി സി മോഹൻദാസ് ക്ലാസ് നയിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് പി ചന്ദ്രൻ കുട്ടികൾക്ക് ഉപഹാരങ്ങൾ നൽകി. വൈസ് പ്രസിഡന്റ് കെ പി അനിത അധ്യക്ഷയായിരുന്നു. ഇന്ന് വിദ്യാലയതല സമ്പൂർണ്ണ ശുചിത്വ പ്രഖ്യാപനം പനമണ്ണ AM-LP സ്കൂളിൽ വെച്ച് നടക്കും. മാർച്ച് 30-നകം പഞ്ചായത്ത് സമ്പൂർണ്ണ ശുചിത്വ പഞ്ചായത്തായി മാറുന്ന പ്രഖ്യാപനം നടത്താൻ തീരുമാനമായി സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ CP വനജ, CP ശശി, റഫീഖ് കെ എന്നിവർ സംസാരിച്ചു. അസിസ്റ്റന്റ് സെക്രട്ടറി അസ്ലം സ്വാഗതവും നാദിയ VEO നന്ദിയും പറഞ്ഞു. നവീകരിച്ച ഭക്ഷണശാല സമർപ്പിച്ചു. വാണിയംകുളം TRK സ്കൂളിൽ നവീകരിച്ച ഭക്ഷണശാല K വത്സല ഉദ്ഘാടനം ചെയ്തു. പ്രധാനാധ്യാപകൻ P ജഗദീഷ്, പ്രിൻസിപ്പൽ K രാജീവ്, PTA പ്രസിഡന്റ് CP സതീഷ് കുമാർ, മാനേജ്മെന്റ് പ്രതിനിധി K സജീവ്, ഡെപ്യൂട്ടി HMC കലാധരൻ, സ്റ്റാഫ് സെക്രട്ടറി N ഷാജി എന്നിവർ സംസാരിച്ചു. തീൻമേശകൾ, കസേരകൾ, ഫാനുകൾ തുടങ്ങിയവ സജ്ജീകരിച്ചിട്ടുണ്ട്. വികലാംഗർക്കുള്ള ഗ്രാമസഭ ചേർന്നു. വികലാംഗർക്കുള്ള പ്രത്യേക ഗ്രാമസഭ സംഘടിപ്പിച്ചു. വാർഷിക പദ്ധതി രൂപീകരണത്തിന്റെ ഭാഗമായി അമ്പലപ്പാറ ഗ്രാമപഞ്ചായത്ത് വികലാംഗർക്കായി പ്രത്യേക ഗ്രാമസഭ സംഘടിപ്പിച്ചു. ഗ്രാമസഭയോടനുബന്ധിച്ച് ഭിന്നശേഷിക്കാർക്കായി ഉപകരണ നിർണയ ക്യാമ്പും UDID കാർഡ് രജിസ്ട്രേഷനും നടത്തി. പഞ്ചായത്ത് പ്രസിഡന്റ് P വിജയലക്ഷ്മി ഉദ്ഘാടനം ചെയ്തു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ P മുഹമ്മദ് കസിം അധ്യക്ഷനായിരുന്നു. 2024-25 വർഷം ഭിന്നശേഷിക്കാർക്ക് ഉപകരണം വിതരണം ചെയ്യുന്നതിന് 57 ലക്ഷം രൂപയാണ് വകയിരുത്തിയിട്ടുള്ളത്. വാർഡ് അംഗങ്ങളായ ശ്രീദേവി N, കമലാക്ഷി IC, വിനിത PU, സൗദ സലീം എന്നിവർ പങ്കെടുത്തു. ആ പദ്ധതികൾ തയ്യാറാക്കുമ്പോൾ നമ്മുടെ ഇഷ്ടംപോലെയല്ല തയ്യാറാക്കണം. ഞങ്ങളിപ്പോൾ ഒരു കാര്യം ചെയ്തു. ഇത് നടപ്പാക്കുന്ന ഇംപ്ലിമെന്റിംഗ് ഓഫീസേഴ്സിന്റെ യോഗം വിളിച്ച് നിങ്ങൾ എന്തൊക്കെ പദ്ധതി നിങ്ങൾക്ക് നടപ്പാക്കാൻ കഴിയും എഴുതി തരും ഓരോരുത്തരും. ഇതൊക്കെ അത്രയും പ്ലാൻഡാണ്. മറ്റുള്ള പഞ്ചായത്തുകളെ പോലെയല്ല. അപ്പൊ നല്ലോണം ഞങ്ങൾക്കാണെന്ന് 1-2 കൊല്ലം പോയതിന്റെ സങ്കടപ്പെടുന്നത് അല്ലേ കാസിം? ഞാൻ പിടിച്ചിരിപ്പിട്ട് ചോദിക്കും. അങ്ങനെ നമ്മൾ കാസിമിനോടൊക്കെ നിങ്ങൾ അത് ചെയ്യും പറഞ്ഞിട്ട് പറയും. അങ്ങനെ ഉദ്യോഗസ്ഥന്മാരെ വിളിച്ചിരുത്തി അതിൽ നിന്നും കുറെ പദ്ധതികൾ നിങ്ങൾക്ക് എന്തൊക്കെ നടപ്പാക്കാൻ കഴിയും അവര് പറഞ്ഞത് മുഴുവനും നമുക്കതില് നടപ്പാക്കാൻ പറ്റില്ല. എന്നാൽ അതോടുകൂടി ഇനിയിപ്പോ ഞങ്ങൾ എന്താ ഇത്തരം ഗ്രാമസഭകൾ നടത്തുക. ഗ്രാമസഭകൾ നടക്കേണ്ട മുന്നോടിയായിട്ടാണ് നമ്മളിപ്പോ ഭിന്നശേഷി ഗ്രാമസഭ നടത്തുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് തരാൻ പോണ ഉപകരണങ്ങളൊക്കെ നവീകരിച്ച റോഡ് തുറന്നുകൊടുത്തു. ലക്കിടി പേരൂർ കിള്ളിക്കുറിശി മംഗലത്ത് SSO ഹയർ സെക്കൻഡറി സ്കൂളിന് പിന്നിലൂടെ പോകുന്ന റോഡ് നവീകരിച്ച് നാടിന് സമർപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K സുരേഷ് ഉദ്ഘാടനം നിർവഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം M രാമകൃഷ്ണൻ അധ്യക്ഷനായി. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ K ഹരി, വാർഡംഗം MP ബാലൻ, K വേണുഗോപാൽ എന്നിവർ സംസാരിച്ചു. വായനശാലയുടെ പിൻഭാഗം മുതൽ ഉങ്ങുംതറ വരെയാണ് നവീകരണം നടത്തിയത്. ഒരിടവേള കൂടി. ഹാപ്പി ബർത്ത്ഡേ അമ്മ. താങ്ക് യു മോളെ. ടെൻറ്റഡേങ്. സ്വർണ്ണ ആയിരിക്കും. അതെ, പരസ്യത്തിൽ കാണുന്ന സ്വർണ്ണാണെങ്കില് ഇതിട്ടിട്ട് ഒരു ഫംഗ്ഷന് പോയി കഴിഞ്ഞാ ഒരുപാട് ആൾക്കാർ ഇതേ ഡിസൈൻ ഇട്ടിട്ട് വരും. അമ്മ ഇതൊന്ന് തുറന്നു നോക്ക്. നമ്മുടെ മനസ്സിനിണങ്ങിയ ആഭരണ സങ്കല്പങ്ങൾ അതേപടി ആധുനിക സാങ്കേതികതയോടുകൂടി വിശ്വാസപൂർണമായി ഗുണമേന്മയോടും കൂടി നിർമ്മിച്ചു തരാൻ ആളുകളുണ്ട്. പൂക്കൾ ഇഷ്ടമുള്ള അമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്ന ഡിസൈൻ. സ്വീറ്റ് അമ്മ. വ്യത്യസ്തമാണ് മറ്റുള്ളവരിൽ നിന്നും. പ്രേംദീപ് ജുവൽസ്, ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. വാർത്തകൾ തുടരുന്നു.
വാഹനാപകടം, ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചു. മണ്ണാർക്കാടുണ്ടായ വാഹനാപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചു. പുല്ലിശ്ശേരി ജയകൃഷ്ണനാണ് ഇന്ന് ഉച്ചയ്ക്ക് പെരിന്തൽമണ്ണയിലെ ആശുപത്രിയിൽ മരിച്ചത്. ഇയാൾ സഞ്ചരിച്ച ബൈക്ക് ഓട്ടോയുമായി കൂട്ടിയിടിച്ച് അപകടത്തിൽ തലയ്ക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയായിരുന്നു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പാലക്കാട് ബ്രൂവറി വിവാദങ്ങൾക്ക് പിന്നിൽ സ്പിരിറ്റ് ലോബി, MV ഗോവിന്ദൻ. പൊതുസ്ഥലങ്ങളിലും ജലാശയങ്ങളിലും മാലിന്യം തള്ളുന്ന വാഹനങ്ങളുടെ രജിസ്ട്രേഷൻ റദ്ദാക്കാൻ ഉത്തരവായി. പോക്സോ കേസ്, നടൻ കൂട്ടിക്കൽ ജയചന്ദ്രനെതിരെ ലുക്കൌട്ട് നോട്ടീസ്. CPIM ജില്ലാ സമ്മേളനത്തിന് ദത്തമംഗലത്തെ ആവേശോജ്വലമായ തുടക്കം. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.